ഹെബ്രായർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം. ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ മുഖ്യപ്രമേയം ഇതാണ്: സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ മനുഷ്യനല്ല, കർത്താവ് സ്ഥാപിച്ച വിശുദ്ധസ്ഥലത്തെയും സത്യകൂടാരത്തിലെയും ശുശ്രൂഷകനാണ്. എന്തെന്നാൽ ഓരോ പ്രധാന പുരോഹിതനും കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ സമർപ്പിക്കുന്നവർ അവിടെയുള്ളതുകൊണ്ട് പുരോഹിതനേ ആകുമായിരുന്നില്ല. സ്വർഗീയ സ്ഥലത്തിൻ്റെ സാദൃശ്യത്തെയും ആദ്യ മാതൃകയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാനൊരുങ്ങിയപ്പോൾ ദൈവം അവന് ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി: പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം നിർമ്മിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നു. അതുപോലെ മുമ്പിലത്തേതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയും അവൻ നേടിയിരിക്കുന്നു. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് ഇടമന്വേഷിക്കേണ്ടി വരുമായിരുന്നില്ല. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നു: കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ, ഇസ്രായേൽ ഭവനവും യൂദാഭവനവുമായി ഞാൻ ഒരു പുതിയ ഉടമ്പടി പൂർത്തിയാക്കുന്ന ദിവസങ്ങൾ വരുന്നു. ആ ഉടമ്പടി അവരുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഞാൻ അവരെ കൈപിടിച്ചു നടത്തിയ ആ ദിവസം അവരുമായി ചെയ്ത ഉടമ്പടി പോലെയല്ല. എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല, അതുകൊണ്ട് ഞാനും അവരെ ഗൗനിച്ചില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്: എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്കു ജനവും. ആരും എൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. കാരണം അവരുടെ അകൃത്യങ്ങളിൽ ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയുമില്ല. പുതിയത് എന്ന് പറയുന്നതിലൂടെ ആദ്യത്തേത് അവൻ കാലഹരണപ്പെടുത്തിയിരിക്കുന്നു. കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതുമാകട്ടെ നാശോന്മുഖമാണല്ലോ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം. എന്തെന്നാൽ ആദ്യത്തേതിലും ആരാധനാവിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്ന വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്ന ഒന്നാമത്തെ കൂടാരം സജ്ജീകരിക്കപ്പെട്ടു. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന കൂടാരമുണ്ട്. സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശങ്ങളും പൊന്നുപൊതിഞ്ഞ ഉടമ്പടി പേടകവും മന്നാ സൂക്ഷിച്ചിരുന്ന സ്വർണകലശവും അഹറോൻ്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിലുണ്ടായിരുന്നു. അതിനുമീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ വിവരിക്കുന്നില്ല. ഇവ ഇപ്രകാരം സജ്ജീകരിച്ച ശേഷം പുരോഹിതർ എല്ലാ കാലത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. രണ്ടാമത്തേതിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്കു വേണ്ടിയും ജനത്തിൻ്റെ അജ്ഞതയാലുള്ള തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കുന്ന രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ആദ്യ കൂടാരത്തിന് നിലനിൽപ്പ് ഉണ്ടായിരിക്കെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പാത ഇനിയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. അർപ്പകൻ്റെ അന്ധകരണം തികവുറ്റതാക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളും അർപ്പിക്കുന്ന നിലവിലുള്ള സമയത്തിൻ്റെ സാദൃശ്യമാണത്. പുതിയ ക്രമത്തിൻ്റെ സമയം നിലവിൽ വരുന്നതുവരെ ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ, ശാരീരിക വിധികൾ എന്നിവയെപ്പറ്റി മാത്രം ഇവ പ്രതിപാദിക്കുന്നു. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി വന്ന ക്രിസ്തു കൂടുതൽ വലുതും പൂർണ്ണവും ഹസ്തനിർമ്മിതമല്ലാത്തതുമായ, അതായത് ഈ സൃഷ്ടിയുടേതല്ലാത്ത കൂടാരത്തിലൂടെ കോലാടുകളുടെയോ കാളക്കുട്ടികളുടെയോ അല്ലാതെ സ്വന്തം രക്തത്തിലൂടെ
നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒരിക്കൽ മാത്രം എന്നേക്കുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. കാരണം കോലാടുകളുടെയും കാളക്കുട്ടികളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല? ഇതുകൊണ്ട് വിളിക്കപ്പെട്ടവർ നിത്യാവകാശത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് ആദ്യത്തെ ഉടമ്പടിക്കു കീഴിലെ ലംഘനങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നടന്ന മരണത്തിലൂടെ അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടുന്നതിന് അതെഴുതിയവൻ്റെ മരണം ആവശ്യമായിരിക്കുന്നു. ഉടമ്പടി സ്ഥിരീകൃതമാകുന്നത് മൃതശരീരങ്ങളിലൂടെയാണ്. കാരണം എഴുതിയവൻ ജീവിച്ചിരിക്കെ അതിന് ഒരിക്കലും സാധുതയില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തേത് സമാരംഭിച്ചത്. മോശ നിയമപ്രകാരമുള്ള എല്ലാ കൽപ്പനകളും സകല ജനത്തെയും അറിയിച്ച ശേഷം പശുക്കുട്ടികളുടെയും ആടുകളുടെയും രക്തം ജലത്തോട് ചേർത്ത് ചെമന്ന ആട്ടിൻ രോമവും ഹിസ്സോപ്പും കൊണ്ട് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും അവൻ രക്തം തളിച്ചു. നിയമപ്രകാരം മിക്കവാറും എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗത്തിലുള്ളവയുടെ സാദൃശ്യങ്ങൾ ഇവയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ സ്വർഗീയ കാര്യങ്ങളും ഇവയേക്കാൾ മെച്ചമായ ബലികൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹസ്തനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപങ്ങളുമായ ഒരു വിശുദ്ധ സ്ഥലത്തേക്കല്ല, പിന്നെയോ സ്വർഗത്തിലേക്കു തന്നെയാണ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സന്നിഹിതനാകാൻ ക്രിസ്തു ഇപ്പോൾ പ്രവേശിച്ചത്. പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്ന പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല അത്. ആയിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ കൂടെ അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപനിർമ്മാർജ്ജനത്തിന് ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ഒരിക്കൽ മാത്രം മരിക്കണം, അതിനുശേഷം വിധി. അതുപോലെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ രണ്ടാമതും പാപത്തെ പ്രതിയല്ല, രക്ഷയ്ക്ക് വേണ്ടി തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടും.